ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. ദീപാവലിക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ക്യാൻഡിൽ വർക്കാണ് ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലെയിൻ ഗ്ലാസ് എടുക്കണം. ഇതുപോലത്തെ ഗ്ലാസ്സാണ് 5 ഞാൻ എടുത്തിട്ടുണ്ട്. ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദീപങ്ങളുടെ ഒരു ആഘോഷമാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ദീപങ്ങളാണ് ഞാൻ ഇന്നിവിടെ തെളിയിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ ഗ്ലാസ്സിലൊക്കെ വെള്ളം നിറച്ച് കൊടുക്കണം. ഏകദേശം 3/4 ഭാഗത്തോളം ഞാൻ വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്രലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അതിന് ഡിഫറെൻറ്റ് കളർ ഞാനിവിടെ വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓരോ കളറായിട്ട് ഓരോ ഗ്ലാസ്സിൽ കുറച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ്സോടെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു പിഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഓരോ ഗ്ലാസ്സിലും ഓരോ കളർ വീതം നമുക്ക് ഇങ്ങനെ കലക്കിയെടുക്കാം. സാധാരണ നമ്മൾ ചിരാതിലാണല്ലേ ദീപാവലിക്ക് ദീപങ്ങളൊക്കെ കത്തിച്ച് വെക്കുന്നത്. അപ്പോൾ ചിരാതൊന്നും കയ്യിലില്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ഐഡിയ നമുക്ക് ചെയ്യാം. ഗ്ലാസ്സൊന്നും എവിടെയും ഇല്ലാതിരിക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ ഗ്ലാസ്സിലും ഓരോ കളർ വീതം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അക്രിലിക് പെയിൻറ് തന്നെ വേണമെന്നൊന്നുമില്ല, വാട്ടർ കളറായാലും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഓക്കെ, അങ്ങനെ കളർ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് കുറച്ച് എണ്ണ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എള്ളെണ്ണയാണ്. ഇതാണ് ഞങ്ങൾ വിളക്ക് കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഗ്ലാസ്സിലും കുറച്ച് മതിയാവും, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിലേക്ക് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വെള്ളവും എണ്ണയും മിക്സ് ആവില്ല, എണ്ണ പൊങ്ങിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചേ വേണ്ടൂ. അത് ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താൽ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നൊന്നും പേടിയൊന്നും വേണ്ട, എണ്ണ മുകളിൽ തന്നെ കിടക്കും. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് എണ്ണയുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ മുകളിലേക്ക് ശരിക്കും തെളിഞ്ഞ് നിന്നോളും. അതിനാണ് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര നേരം വിളക്ക് കത്തി നിൽക്കണോ അതിനനുസരിച്ചിട്ട് എണ്ണ ഒഴിക്കണം. അപ്പോൾ എനിക്കിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. കുറച്ചധികം നേരം നിൽക്കണമെങ്കിൽ അത്ര തന്നെ ഇത്തിരി കൂടെ എണ്ണ ഒഴിക്കണം. എന്തായാലും ഈ വെള്ളം ഒഴിച്ച് അത്രയൊന്നും എണ്ണ വേണ്ടി വരില്ല. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, എണ്ണ മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടല്ലേ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് നമുക്ക് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കാം. ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് എടുത്താൽ മതി, കളർ എടുക്കണ്ട. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണില്ല, പുറമേ കാണില്ല. അപ്പോൾ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയ ഒരു കവർ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 5 ഞാനിതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ സെൻട്രലായിട്ട് ഒരു ചെറിയൊരു ഹോള് വെച്ച് കൊടുക്കണം. നമുക്ക് തിരി ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഹോള്, തിരി ഇടാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ചെറിയൊരു ഹോള് ആക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തൂടെ നമുക്കൊരു തിരി കയറ്റി കൊടുക്കാം. അവിടെ തിരിയും കൂടെ കയറ്റിയതിന് ശേഷം നമുക്ക് ഇത് നേരെ ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണിത്. അപ്പോൾ ചിരാതൊന്നും കയ്യിലില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്ലാസ് എടുത്തിട്ട് ഈ വർക്ക് ചെയ്തോളൂ കേട്ടോ ദീപാവലിക്ക്. അപ്പോൾ നമുക്കിനി ഇത് ലൈറ്റർ വെച്ചിട്ടൊന്ന് തീ കത്തിക്കുകയും കൂടെ വേണ്ടു. അതുകൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് 5 ഗ്ലാസ്സിൽ നമ്മൾ തിരിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, തിരിയൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തിരി താണു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, ഹോളിന് കണക്കാക്കിയിട്ട് തിരിയിട്ടാൽ മതി. ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ കളർഫുൾ കാൻഡിൽ തെളിയുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം.